ഫ്രണ്ട്സ്, നമുക്കിനി ബീഡ്സ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ബീഡ്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ബീഡ്സിൻ്റെ അതേ കളറിലുള്ള ത്രെഡാണ്, സ്വിങ് ത്രെഡാണിത്. ആദ്യം നമുക്ക് 2 മാർക്കിംഗ് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ത്രെഡ് ലോക്കൽ നീഡിലാണിത്, അയൺ നീഡിലാണിത്, ബീഡ്സിൻ്റെ അയൺ നീഡിൽ. ഇതിൽ ത്രെഡ് എടുക്കുന്നത് സിംഗിളായിട്ട് തന്നെ എടുത്താൽ മതി. 2-3 വട്ടം ചുറ്റിയ ശേഷം കെട്ടിട്ട് കൊടുക്കുക. ഇതിൽ എക്സസ് ആയിട്ട് ത്രെഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തതിൽ എക്സസ് ആയിട്ട് ത്രെഡ് കാണുന്നില്ല. അതിനുശേഷം നീഡിൽ പഞ്ച് ചെയ്യുക. അടിയിലെ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നീഡിൽ റൊട്ടേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ബീഡ്സ് ഇങ്ങനെ എടുത്ത ശേഷം ബിഗിനേഴ്സൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബീഡ്സ് ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, പഞ്ച് ചെയ്തു. നീഡിൽ പഞ്ച് ചെയ്യുക. അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ബീഡ്സ് എടുക്കുക. നീഡിൽ പഞ്ച് ചെയ്യുക. അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുക. നീഡിൽ റൊട്ടേറ്റ് ചെയ്യുക, എടുക്കുക. വീണ്ടും ബീഡ്സ് ഇട്ടുക. പഞ്ച് ചെയ്യുക. അടിയിലൊന്ന് ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുക. നീഡിൽ റൊട്ടേറ്റ് ചെയ്യുക, എടുക്കുക. പഞ്ച് ചെയ്യുക. അടിയിൽ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നീഡിൽ റൊട്ടേറ്റ് ചെയ്യുക, എടുക്കുക. പഞ്ച് ചെയ്യുക. അടിയിൽ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഇത്രയുള്ള എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ത്രെഡിന് ഈ ഒരു അവസാനത്തെ നീഡിലോ അല്ലെങ്കിൽ 2 ബീഡ്സോ ചേർത്ത് നമുക്ക് ഇതിനെ എൻഡ് ചെയ്തിടാം. ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് പിടിച്ച ശേഷം അടിയിലെ ത്രെഡിനെ പതുക്കെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കായിരിക്കും. ഇത് ലോക്കായി. ഇനി അടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഷുഗർ ബീഡ്സ് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം നമ്മൾ നീഡിൽ പഞ്ച് ചെയ്യുക. അതിനുശേഷം അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്തു. ആദ്യം നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ആദ്യം ഓരോ ബീഡ്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം വീണ്ടും പഞ്ച് ചെയ്തു. അടിയിലെ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് എടുത്തു. വീണ്ടും ഒരു ബീഡ്സ് എടുത്തു. പഞ്ച് ചെയ്തു. അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് എടുത്തു. പഞ്ച് ചെയ്തു. അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് എടുത്തു. ത്രെഡ് എടുത്തു. അതിനുശേഷം ഒരു ബീഡ്സ് ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത ശേഷം പഞ്ച് ചെയ്യുക. അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ത്രെഡ് എടുത്തു. അങ്ങനെ ഓരോ ബീഡ്സ് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് എ സ്റ്റാറിൻ്റെ ബീഡ്സാണ്. എ സ്റ്റാറും പ്രിസോ ബ്രാൻഡും നല്ല ബ്രാൻഡുകളാണ്. രണ്ടിനും ചെറിയ വ്യത്യാസം തന്നെയുള്ളൂ എമൗണ്ടിൽ.
നമ്മളിപ്പോൾ ഈ ഡിസൈൻ ഈ വരച്ചിരിക്കുന്ന ഈ ഡ്രോ ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ത്രെഡ് ഇങ്ങനെ എടുത്തതിന് ശേഷം 2 വഴികളുണ്ട്. ഒന്ന് നമുക്ക് എൻഡിനോട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബീഡ്സിൻ്റെ ഒരു ബീഡ്സോ അല്ലെങ്കിൽ 2 ബീഡ്സോ ചേർത്തിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ നൂലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇടുകയാണ്. ഇതിനെ പ്രസ് ചെയ്തിട്ട് ഈ 2 ബീഡ്സ് മതി, ഈ 2 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അടിയിലെ ത്രെഡിനെ എന്ത് ചെയ്യുക, അടിയിലെ ത്രെഡിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട ശേഷം അടിയിലെ ത്രെഡിനെ പിടിച്ച് വലിക്കുമ്പോൾ അങ്ങനെ അവിടെ ലോക്ക് വന്ന് വീഴും. ലോക്കായി. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഞ്ച് ചെയ്യുക, ത്രെഡ് എടുക്കാം, ഇനി നമ്മളിത് എൻഡിനോട്ട് ഇടുന്നത് ആദ്യം നമ്മളൊരു ത്രെഡ് എടുത്തു, അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും പഞ്ച് ചെയ്ത് ത്രെഡ് എടുത്തു. അത് ആദ്യം എടുത്ത ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത ശേഷം ആദ്യം എടുത്ത ത്രെഡിനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ലൂപ്പ് വീണു. നമ്മളതിനെ പിടിച്ച് വലിക്കുമ്പോൾ ആ ലൂപ്പ് ഉള്ളിലോട്ട് പോയപ്പോൾ വളരെ നീറ്റായി, ആ കെട്ട് കാണില്ല. നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യം നമ്മൾ പഞ്ച് ചെയ്തു, അതിനുശേഷം ത്രെഡ് എടുത്തു, 2 ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ആദ്യം 2 ബീഡ്സ് എടുത്തു, പഞ്ച് ചെയ്തു, എടുത്തു, നീഡിൽ പഞ്ച് ചെയ്യുക, അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുക പതുക്കെ. ഇതെടുക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലെ ത്രെഡ് ഒരുപാട് പിടിച്ച് വലിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, ത്രെഡ് പിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ നമ്മൾ 2 വെച്ചിട്ടുള്ള പ്രാക്ടീസാണിത്. അപ്പോൾ നമ്മൾ 2 വെച്ചിട്ട് നോക്കി. ഇനി നമുക്ക് എൻഡിനോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ബീഡ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ത്രെഡിനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എൻഡിനോട്ട് വീഴും. നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് 3 ബീഡ്സ് ഇട്ടിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. മാക്സിമം നമുക്ക് 3 ബീഡ്സ് ഇട്ട് വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാവില്ല. 3 ബീഡ്സ് ഇട്ടിട്ട് പഞ്ച് ചെയ്തു, അടിയിലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്തു, നീഡിൽ റൊട്ടേറ്റ് ചെയ്തെടുത്തു. 3 ബീഡ്സ് ഇട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക പറയുമ്പോൾ ഇതിങ്ങനെ ഇളകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഷേപ്പൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഓരോ ബീഡ്സ് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് 3 ബീഡ്സ് ഇട്ട് കഴിഞ്ഞാലൊന്നും പ്രാക്ടീസ് ചെയ്താൽ കിട്ടില്ല നമുക്ക്. പക്ഷെ ചില ഡിസൈനുകളിലേക്ക് നമ്മൾ 3 ബീഡ്സും അങ്ങനെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കണ്ടോ,
3 ബീഡ്സ് എടുത്തു. മൂന്ന് ബീഡ്സ് ഇട്ടു, പഞ്ച് ചെയ്തു, അടിയിൽ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ റൊട്ടേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് എൻഡിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് തൊട്ടടുത്ത് തന്നെ പഞ്ച് ചെയ്യാം. അതൊക്കെ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വലിക്കുമ്പോൾ ത്രെഡ് ഉള്ളിലോട്ടൊന്ന് പിടിച്ച് വലിക്കുമ്പോൾ അത് ഉള്ളിൽ പോയി വളരെ നീറ്റായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ബീഡ്സ് ഇട്ട് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ചെറിയ ബീഡ്സിൽ ഷുഗർ ബീഡ്സിൽ പ്രാക്ടീസ് ചെയ്തു. ആദ്യം ഓരോന്നിട്ട് പ്രാക്ടീസ് ചെയ്തു, അതിനുശേഷം 2 ഇട്ട് പ്രാക്ടീസ് ചെയ്തു, പിന്നെ 3 ഇട്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യുക എന്നുള്ളതും പഠിച്ചു. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക.